നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റ് വീണ്ടും നിർണായക ദിനങ്ങളിലേക്ക് കടക്കുകയാണ്. അതായത് മന്ത്രിസഭയും പാർലമെന്റും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ ഈ സാഹചര്യത്തിൽ പിരിച്ചുവിടപ്പെട്ട കുവൈറ്റ് പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 29 നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിജ്ഞാപനത്തിൽ കുവൈറ്റ് കിരീടാവകാശി ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ സബാഹ് ഒപ്പുവെച്ച ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതോടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പ്രാബല്യത്തിൽ വന്നതായി ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ഷൻ അഫയേഴ്സ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പാർലമെന്റും മന്ത്രിസഭയും തമ്മിലുള്ള രാഷ്ട്രീയ തർക്കങ്ങളെ തുടർന്ന് കഴിഞ്ഞ മാസമാണ് കുവൈറ്റ് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അസബാഹ് ദേശീയ അസംബ്ലി പിരിച്ചുവിട്ടത്. പുതിയ പാർലമെന്റ് അംഗങ്ങളെ തെരഞ്ഞെടുക്കാൻ സെപ്റ്റംബർ 29 വോട്ടെടുപ്പ് നടത്താൻ മന്ത്രിസഭ കഴിഞ്ഞ ആഴ്ച തീരുമാനിക്കുകയും ചെയ്തിരുന്നു. വോട്ടർ പട്ടിക പുതുക്കുന്ന നടപടി പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക വിജ്ഞാപനം വൈകിയത്. പുതുക്കിയ വോട്ടർ പട്ടിക പ്രകാരം 29 തെരഞ്ഞെടുപ്പ് നടക്കുന്ന അമീരി ഉത്തരവ് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതോടെ രാജ്യം തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇന്നു മുതൽ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. നാമനിർദ്ദേശം സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 7 തെരഞ്ഞെടുപ്പ് തീയതിക്ക് 7 ദിവസം മുമ്പ് വരെ സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ അവസരം നൽകുന്നതായിരിക്കും. തെരഞ്ഞെടുപ്പിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി തന്നെ വോട്ടെടുപ്പ് ദിനം പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ദൈവനിന്ദയ്ക്കോ പ്രവാചക നിന്ദയ്ക്കോ ശിക്ഷിക്കപ്പെട്ടവർക്കും ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിന് ശിക്ഷിക്കപ്പെട്ടവർക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ലെന്ന് തെരഞ്ഞെടുപ്പ് കാര്യ ജനറൽ ഡിപ്പാർട്ട്മെന്റ് തലവൻ കേണൽ സാലിഹ് അൽ ഷാത്തി അറിയിച്ചു. കുവൈറ്റ് പൗരന്മാർക്ക് മാത്രമേ പത്രിക സമർപ്പിക്കാനാവൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. നോമിനേഷൻ ഫയൽ ചെയ്യുന്നത് ഓരോ മണ്ഡലത്തിലും ഓരോ പോലീസ് സ്റ്റേഷനുകൾ സംവിധാനം ഒരുക്കിയതായും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.